നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്പലത്തിൽ തൊഴാൻ പോയ വൃന്ദ ഇത്ര നേരമായിട്ട് എന്തെടുക്ക്? അവളെ ഫോണിലാണെ കിട്ടുന്നുമില്ല. വൃന്ദ എന്തെടുക്കുമായിരിക്കും? അവളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെങ്കിലും നിന്റെ വായിക്കത്തിരി റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ഓടിക്കളിയാക്കാതെ. സത്യം പറഞ്ഞ വൃന്ദയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ അമ്പലം അടയ്ക്കുന്നവരെ അങ്ങ് പൂജയാണോ? അതെന്ത് പൂജയാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവളുടെ മുത്തശ്ശൻ എഴുതി കൊടുത്ത പൂജകളല്ലേ, ഒന്നുപോലും അവള് വിടില്ല. ഒരെണ്ണം മിസ്സായ അവിടെ മുത്തശ്ശനും ഇവിടെ കൊച്ചുമോൾക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. പൂജകൾ തീർത്തിട്ട് വരട്ടെ. എനിക്കൊരു സംശയം. നീ സംശയം പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെയും കൂടെ സംശയരോഗിയാക്കി മാറ്റരുത്. എപ്പോ നോക്കിയാലും ഒരു സംശയം. ഈ സംശയം പഠിക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ റാങ്ക് വാങ്ങിച്ചേനെ. ഞാൻ സീരിയസ് ആയിട്ടാ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചേ. അതിന്റെ സീരിയസ്നെസ് പോകുന്നതിന് മുൻപേ പറ, അല്ലേ? ആരവിന്റെ കാര്യത്തില് നമ്മളെ ഫോളോ ചെയ്തവർ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവോ? അവന്മാരായിട്ടുള്ള പ്രശ്നങ്ങള് ACPയുടെ ഓഫീസിൽ വെച്ച് സംസാരിച്ച് സോൾവ് ആക്കിയതല്ലേ? ആ പ്രശ്നത്തിൽ റീന മാം നല്ല സപ്പോർട്ടായിരുന്നു. എന്തോ പ്രശ്നമുണ്ട്, അതാ വൃന്ദ വരാൻ ലേറ്റ് ആവുന്ന. വൃന്ദ പോയത് മേലൂട്ട് ക്ഷേത്രത്തിലേക്കല്ലേ? നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. പൂജകളുമായിട്ട് അവൾ അവിടെ തന്നെ ഉണ്ടാവാനാ സാധ്യത. വാ. ഇങ്ങനെ ഇരുന്ന മതിയോ? എനിക്ക് പോണം. ആരെങ്കിലും വരാതെ നമുക്ക് ഈ കുഴിന്ന് കയറാനും പറ്റൂല. ഹലോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഹലോ, എടാ ആ മൂടി മിണ്ടാതിരിക്കാതെ ഉറക്കം വിളിച്ചു കൂവ്. എന്നാലല്ലേ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുള്ളൂ. താൻ വിളിച്ചല്ലോ, എന്നിട്ട് ആരെങ്കിലും വന്നോ? കൃഷ്ണ, എന്റെ ഫോണും വണ്ടിയിലാണല്ലോ. ഫയർഫോഴ്സിനെ വിളിക്കാനും പറ്റുന്നില്ലല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടണമെന്നേ നിനക്കൊരു ചിന്തയില്ല. ഇതിനെല്ലാം നീയാ കാരണം. നീ എന്നെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ചു, എന്നിട്ട് കയ്യും കെട്ടി മിണ്ടാതിരിക്കുകയാണോ? നിനക്കിവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹമില്ലായിരിക്കാം. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അല്ല, ഈ കുഴിയിൽ തന്നെ കിടക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്നാ എന്നെ അതിന് കിട്ടില്ല. എടാ, ഇങ്ങനെ കുന്ത വിഴുങ്ങിയ പോലെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലെത്തിക്ക്. താനൊന്നും മിണ്ടാതിരിക്കേ. എന്നെ കുഴി ചാടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറയുന്നു. വൃന്ദ, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്ന. ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്റെ ഈശ്വര, ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നിന്നെ സഹായിക്കാൻ വന്ന് ഞാനിപ്പോ കുഴിയിലായില്ലേ. എടോ, താൻ ഇങ്ങനെ ബഹളം വെക്കാതെ. തന്നെ പോലെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധ ഇങ്ങോട്ട് വരാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാ പിന്നെ വിളിച്ചു കൂവ്. ആരെങ്കിലും വിളിയായിട്ട് വരുമല്ലോ. വിളിച്ചു നോക്കാം, പക്ഷെ പ്രതീക്ഷയൊന്നുമില്ല. ഹലോ, ഒന്ന് സഹായിക്കണേ. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരോ ഹലോ, ആരോ പിടിക്ക. ഹലോ, 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 ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഞങ്ങൾ ആരെങ്കിലും സഹായിക്കണേ. ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരോ വരുന്നുണ്ടല്ലോ. സഹായിക്കണേ. ഹലോ, സഹായിക്കണേ. സഹായിക്കണേ. ഹലോ, ഹലോ, പ്ലീസ്.
അവിടെ ആരുണ്ട്? ഹലോ, ആരാ അവിടെ? ഹലോ, ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ സഹായിക്കണേ. പ്ലീസ് ഹെൽപ്പ്. പ്ലീസ് ഹെൽപ്പ്. ഞങ്ങളെ സഹായിക്കണേ. ഹലോ. ശ്ശോ. ആരോ വന്നിട്ടുണ്ട് അവിടെ. നമ്മളെ രക്ഷിക്കും. ആരോ വിളിക്ക. ഞങ്ങളെ സഹായിക്കണേ. ഹലോ, ഞങ്ങൾ ഇവിടെയുണ്ട്. പ്ലീസ് ഹെൽപ്പ്. ഹെൽപ്പ് മീ. സഹായിക്കണേ. ഹെൽപ്പ്. സഹായിക്കണേ. ഹലോ ഗൈസ്, ഹായ് മുള്ളമ്പൂം, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ വിളിച്ചത്? മുള്ളുമ്പൂ. നിങ്ങൾ 3 റോസസ് അല്ലേ? അത് തന്നെയല്ലേ ഈ മുള്ളുമ്പൂവും. നിങ്ങൾ എന്തിനാ വിളിച്ചേ? ഭയത്തിന്റെ പുതിയ കഥ എന്തെങ്കിലും പറയാനാണോ? അയ്യോ, മുള്ളമ്പൂം ഞങ്ങളെ ഭയപ്പെടുത്തല്ലേ. ഞങ്ങളെ പേടിച്ച് മുള്ളിപ്പോവും. നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് ആരെയാ ഒളിച്ചു കിടത്താൻ നോക്കിയേ? മനസ്സിലായില്ല. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും ഒളിച്ചു കടത്തിയായിരുന്നു? ആളെ ഒളിച്ചു കിടത്ത് ഞങ്ങളാരും മനുഷ്യ കിടത്തുകാരോ? ഒന്ന് പോടി. സത്യം പറയടി, നിങ്ങൾ ഈ ഹോസ്റ്റലിൽ നിന്ന് ആരെയാ ഒളിച്ചു കടത്തിയത്? ആരവിന്റെ കാര്യമാണ് അവര് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആരവനെ കടത്തിക്കൊണ്ടുപോയത് ഇവളുമാരെ കണ്ടിട്ടാണോ ചോദിക്കുന്നത്? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നേ? ആർക്കും നാവില്ലേ? ആരുടെ കാര്യ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആരെയാ നിങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയെന്ന് നിങ്ങൾക്കറിയാലോ. അതിന് ഞങ്ങൾ പറയണം. എന്നാ പിന്നെ നിങ്ങൾ പറ. ഞങ്ങൾ അതരാന്ന് ഓർത്ത് തലപോയിക്കണ്ടല്ലോ. ഞങ്ങൾ ആരെയും കടത്തിക്കൊണ്ട് പോയിട്ടില്ല. നോണ പറയരുത്. നിങ്ങൾ ഇവിടെ നിന്ന് ആളെ കടത്തിക്കൊണ്ട് പോയത് കണ്ടവരുണ്ട്. ആഹാ, എന്നല്ലേ കണ്ടവരോട് പോയി ചോദിക്കേ, ഞങ്ങൾക്കറിയില്ല. അപ്പൊ നീയൊന്നും സത്യം പറയില്ല അല്ലേ? പറയാൻ ഇപ്പൊ മൂടില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യം ചോദിക്കാൻ ഇവിടെ വാർഡൻ ഉണ്ട്. അവർക്കില്ലാത്ത സംശയമാണോ നിങ്ങൾക്ക്? ആണോ? വാർഡനേക്കാൾ സംശയമാണോ? അല്ലല്ലോ. മാടിപ്പോ നിക്കവിടെ. നീയൊക്കെ പോകാൻ വരട്ടെ. സത്യം പറഞ്ഞിട്ട് പോയാ മതി. മാറി നിക്കടി.